ഹായ് നമസ്കാരം. 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ ലൂണക്കുട്ടന് 2 ദിവസം വയ്യാതിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്ന് ലൂണ ഓക്കെ ആയി, നല്ല ആക്റ്റീവായി, ഭക്ഷണം എടുക്കാൻ തുടങ്ങി. കാരണം ഒരു ദിവസം തീരെ ഭക്ഷണം കഴിക്കാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറായി ലൂണ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഭക്ഷണം എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നമ്മൾ വളരെ സന്തോഷമാണ് കേട്ടോ. കാരണം ഒരു ഡോഗിനെ വളർത്തുന്നവർക്കറിയാം. ലൂസി കളിക്കാൻ വരുന്നില്ലേ? കുഞ്ഞിവിടെ ഇരിക്കൂ, കുഞ്ഞിവിടെ ഇരുന്നോളൂ, ഇവിടെ ഇരുന്നോളൂ. പൈങ്കിളിക്ക് പരാതി, അവള് കളിക്കാൻ വരുന്നില്ല പറഞ്ഞിട്ട് കരയണോ? ആണോ ലൂസി? എന്താ പൈങ്കിളിയുടെ കൂടെ കളിക്കാൻ പോവാത്ത നീ? എന്താടി കളിക്കാൻ പോവാത്ത? അപ്പൊ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് ഒരു ദിവസം അവർക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും ഉറക്കം വരെ നഷ്ടപ്പെടും. അതുപോലെ നല്ല വിഷമത്തിലായിരിക്കും. ഇത് ഏത് ഡോഗിനെ വളർത്തുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവർ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, അതുപോലെ തന്നെ ഒരു നേരം മോഷൻ പോകുന്നതിലോ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുന്നതിലോ എന്തെങ്കിലും വ്യത്യാസം, അല്ലെങ്കിൽ വോമിറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭയങ്കര വിഷമത്തിലായിരിക്കും. നമുക്ക് ലൂണയുടെ കാര്യത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. കാരണം ലൂണ മോഷൻ പോകുമ്പോൾ ഒരു ഡാർക്ക് കളറായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ലൂസായിട്ടാണ് പോയത്. അത് ഒരു ദിവസം ഒരു 2-3 ടൈംസ് ഒക്കെ പോയി. അപ്പോൾ ഭയങ്കര വിഷമമായിട്ട് തോന്നി. കാരണം ഇവൾക്ക് എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് പുല്ല് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വയറിന് എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവരത് ചെയ്യാറുള്ളൂ. അപ്പോൾ ഡീവോം ചെയ്യാത്തതിൻ്റെ ആണോ എന്ന് കരുതി. പക്ഷെ നമുക്ക് ഇവർ വീക്കായിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഡീവോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് അവർക്ക് പിന്നീട് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ സമയത്ത് അത് ചെയ്യരുത്. നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാവൂ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ലൂണ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണവും തൊടാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്ത് കൊടുത്താലും അത് റിജക്റ്റ് ചെയ്യും. കാരണം ഇവളൊക്കെ നമ്മുടെ വീട്ടിലെ ദോശ എന്നൊക്കെ പറയുമ്പോൾ ലൂണയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒന്ന് വെച്ചു കൊടുത്ത് അപ്പ് കഴിക്കും. അതല്ലെങ്കിൽ മുട്ട ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. മുട്ട പോലും കഴിക്കാത്തൊരു ദിവസമായിരുന്നു മിനിഞ്ഞാന്ന്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചത്. നമുക്ക് പുറത്ത് പോകാനും മറ്റൊരു കാര്യങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന്നൊക്കെ ഒന്ന് റിക്കവർ ആയത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ലൂണ കണ്ട ഇന്ന് ആക്റ്റീവാണ്, വളരെ ആക്റ്റീവാണ് ലൂണ. കുറേ നേരം ഓടിക്കളിച്ച് ടയേർഡായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ വീഡിയോ ചെയ്യാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. പിന്നെ അവളുടെ ആ കിടപ്പൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ തീരെ മനസ്സുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ലൂണക്കുട്ടന് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ്. അപ്പോൾ അവൾക്കൊന്നും വയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം വിഷമമായിരിക്കും. അല്ലേടാ ലൂണ? എന്താടാ നീ ഒന്നും കഴിച്ചില്ല? എന്നിട്ട് ഇന്നലെ പാല് ശരിക്കും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇന്നലെ ഞാൻ ആകെ അവൾക്ക് കൊടുത്ത്. എന്താടാ ഭയങ്കര വീണോ? അപ്പൊ പാല് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ശരിക്കും പറയാറുണ്ടെങ്കിലും ഇന്നലെ പാല് ഇച്ചിരി ചൂടാക്കി അതാണ് ഇന്നലെ രാവിലെ കൊടുത്തത്. അപ്പൊ അത് ഇച്ചിരി കഴിച്ചു ലൂണ. അത് ഗ്രേപ്സ് ഒന്നും അല്ലടോ, വിറകിന്റെ പൂളാ. അത് കൊടുക്കരുത് കേട്ടോ. ലൂസിയെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ലൂസി അങ്ങോട്ട് തിരിഞ്ഞിരുന്നതാട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും ലൂണയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ലൂണ ഒന്നും കഴിക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാത്തൊരവസ്ഥ. ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളും കഴിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു മാറ്റിയതെന്ന് പറയുമ്പോൾ ഇന്നലെ ഞാൻ ഡീവോം ചെയ്തിരുന്നു. അതായത് അവൾ ആക്റ്റീവ് ആയതിനു ശേഷം ഡീവോമിങ് ചെയ്തിരുന്നു. അപ്പോൾ ഡീവോമിങ്ങിന്റെ കഴിഞ്ഞ തവണ കൊടുത്ത ടാബ്ലറ്റ് എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാന്ന് തോന്നുന്നു അത് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് ഒരു ആക്റ്റീവ് ആയതിനു ശേഷം ഡീവോമിങ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇന്നലെ ഈസി പെറ്റിന്റെ ടാബ്ലറ്റ് ആണ് കൊടുത്തത്. കാരണം ഈസി പെറ്റ് അല്ലായിരുന്നു കഴിഞ്ഞ തവണ കൊടുത്തത്. ഇവർക്ക് അത്യാവശ്യം ഈസി പെറ്റ് നല്ല പോലെ ഡീവോം ചെയ്യാൻ വേണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഡീവോമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാബാണ് എനിക്ക് ഈസി പെറ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈസി പെറ്റ് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എല്ലാ ഡോഗ്സിനും അങ്ങനെ പോകണമെന്നില്ല കേട്ടോ. ചിലത് ഈസി പെറ്റായിരിക്കും, ചിലവർക്ക് ഈസി പെറ്റ് സ്യൂട്ടാവില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഈസി പെറ്റാണ് എന്നിട്ട് കൊടുത്തത്. ഇന്നലെ ഇവളൊന്ന് ആക്റ്റീവായതിനു ശേഷം നമ്മൾ ഈസി പെറ്റ് രണ്ടാൾക്കും കൊടുത്തിരുന്നു. നമ്മൾ കൊടുക്കുമ്പോൾ രണ്ടാൾക്കും ഒരുമിച്ചേ കൊടുക്കുള്ളൂ. കൊടുക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ഒരുമിച്ചേ കൊടുക്കാറുള്ളൂ. എന്നാൽ മാത്രം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാൾക്കും കൊടുക്കുമ്പോൾ ഡീവോമിങ് ആണെങ്കിലും ഒരുപോലെ, വാക്സിൻസ് ആണെങ്കിലും ഒരുപോലെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ
നമ്മുടെ ഡോഗ്സിനൊന്നും വയ്യാന്ന് കരുതുമ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു ജോലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അത്രയും വിഷമമാണ്. അതിന് നന്നായിട്ട് വളർത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ അവർക്കൊന്നും വയ്യ എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ വോമിറ്റ് ചെയ്യുമ്പോൾ അതിൽ പുല്ലുണ്ടായിരുന്നു, പുല്ലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് അതും ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, അവർക്ക് മോഷൻ പോകുന്ന സമയത്ത് വെള്ളം പോലെ കുറച്ച് ഡാർക്ക് കളറായിട്ട്, റെഡ് അല്ല എങ്കിൽ കൂടെ നല്ല ഡാർക്ക് കളറായിട്ട്, റെഡിനോട് സാമ്യമുള്ളൊരു ലൈറ്റ് റെഡ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് അന്ന് ഉണ്ടായത്. അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര എനിക്ക് പറഞ്ഞാൽ ഈ കൂട്ടിനകത്ത് കിടക്കാറൊന്നുമില്ല, വല്ലപ്പോഴും ലൂണയൊക്കെ കൂട്ടിൽ കിടക്കാറില്ല. അപ്പോൾ ആ ദിവസം ഫുള്ളായിട്ട് ലൂണ കൂട്ടിൽ മിണ്ടാതെ കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. എന്നിട്ട് ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവളുടെ എല്ലാം മാറി കിട്ടി, ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് ഡിവോം ചെയ്ത്. പിന്നെ ഒരുപാട് വീക്കാകുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ അവൾക്ക് പിന്നെ എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം കൊടുത്തു. കഞ്ഞിവെള്ളം കുടിച്ചു, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കത് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഇത്തിരിയായിട്ട് വെള്ളമായിട്ട് കുടിച്ചു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് വെള്ളം ഉറപ്പായിട്ട് കൊടുത്തിരിക്കണം, നല്ലപോലെ വെള്ളം കൊടുത്തിരിക്കണം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ ഭയങ്കര വീക്കായിട്ട് പോകുന്നതായിട്ട് കാണാം കേട്ടോ. നമ്മളത് ഉറപ്പായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ തന്നെ, ഈ വയ്യാതിരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ രാത്രിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിട്ടുണ്ട്. വീട്ടിൻ്റെ പുറത്തുള്ള കൂട്ടിൽ തന്നെയാണെങ്കിൽ കൂടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നൈറ്റ് അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് എന്തായാലും ഉറക്കമില്ല. അപ്പോൾ രാത്രി ഫുള്ള് അവരുടെ കൂടെ ഇടയ്ക്ക് പോയിരിക്കും, ലോണയോട് സംസാരിച്ചിരിക്കും. ലോൺ അപ്പോഴൊന്നും നമ്മളോട് ഒരു മൈൻഡും ഇല്ല, മിണ്ടാതെ കിടക്കുമായിരുന്നു. ലൂസിക്കും ഭയങ്കര വിഷമം, കാരണം ലോണയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ ലൂസി ഇപ്പോൾ രണ്ട് കൂട്ടിലാണെങ്കിൽ കൂടെ ലൂസിക്കും ഭയങ്കര വിഷമമായി. ലൂസി ഇല്ലെങ്കിൽ ലൂസി ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോൾ ലൂണയ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ലൂസി അന്ന് ഭയങ്കര വിഷമത്തിലായി. ഇപ്പോൾ ലൂസി ഹാപ്പിയായി, ലൂണയും ഹാപ്പിയായി, ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. പൈങ്കു മാത്രം വിഷമത്തിലാണ്. എന്താ കാരണം? ലൂസി പൈങ്കുവിൻ്റെ ഒപ്പം കളിക്കാൻ പോകണില്ല, അതല്ലേ കാര്യം? ചോദിക്കൂ, കളിക്കാൻ വരാൻ പറയൂ. ആ എന്താ കളിക്കാൻ വരാത്ത ലൂസി ചോദിക്കൂ പൈങ്കു. എന്താടി ലൂസി എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ പോകാത്തത്? ലൂണയോട് വരാൻ പറയൂ പൈങ്കു. ആ യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാവരും ഡോഗ്സിനെ നന്നായിട്ട് നോക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുക. അവർക്ക് എന്തെങ്കിലും ഭയങ്കര ഇഷ്യൂസ് ആയിട്ടൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഞാൻ ലൂസിയുടെ മേലെ കൈവിട്ടാൽ ലൂസി അടുത്തോട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഡോഗിനെ സേഫായി വയ്ക്കുക. ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.